എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം. അനിടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Temperance energy, Queen of Wands, Six of Pentacles, Six of Swords, Knight of Cups, Lovers energy, and next Four of Wands energy connections ആണ്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ ജീവിതത്തിൽ കുറച്ച് നാളുകൾക്ക് ശേഷം, ഒത്തിരി നാളുകൾക്ക് ശേഷം എന്ന് തന്നെ പറയാം, ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിലൊരു ബാലൻസ്, ഒരു മൊത്തത്തിലൊരു സന്തുലിതാവസ്ഥ നിലനിർത്തി തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്ന് തന്നെ പറയാവുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾ പൊതുവേ വളരെ എക്സ്പ്രസീവ് ആയിരിക്കും. എക്സ്പ്രസീവാന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ ഫീലിങ്സും ഒന്നും അടച്ച് ഒതുക്കി വെക്കുന്നില്ല, തുറന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തുറന്ന് സംസാരിക്കുമ്പോൾ സങ്കടമാണെങ്കിൽ അത്, ദേഷ്യമാണെങ്കിൽ അത്, ഇനി സന്തോഷമാണെങ്കിലും അത്. അപ്പോൾ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ സന്തോഷമാണെങ്കിൽ ഓക്കെ, സന്തോഷം നല്ല കാര്യമാണ്, സന്തോഷം എക്സ്പ്രസ് ചെയ്യാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. നല്ലൊരു കാര്യമാണ് സന്തോഷം എക്സ്പ്രസ് ചെയ്യാം. പക്ഷേ സന്തോഷം അധികത്താൽ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ നല്ലൊരു സാഹചര്യമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ, ഓക്കെ ഇന്ന കാര്യം ഞാൻ നിനക്ക് ഇന്നൊരു കാര്യം വാങ്ങിക്കാം, തരാം എന്നുള്ള രീതിയിൽ വാഗ്ദാനങ്ങൾ, സാമ്പത്തിക സഹായ വാഗ്ദാനം ഒരിക്കലും ചെയ്യാതിരിക്കുക. സാമ്പത്തിക സഹായം ചെയ്യരുതെന്നല്ല കേട്ടോ പറഞ്ഞത്. ഇനി അത് കേട്ടിട്ട് കമൻ്റ് ഇടാൻ നിൽക്കണ്ടെന്ന് ചോദിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. സാമ്പത്തിക സഹായ വാഗ്ദാനം പെട്ടെന്നുള്ള സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്യാതിരിക്കാം, ആലോചിച്ചിട്ട് മറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അതേപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു രീതിയാണെങ്കിൽ അതും ഒന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് വരിക. എക്സ്പ്രസീവാണ്, മൊത്തത്തിലൊരു ബാലൻസ് ഉണ്ട്, എന്നിരുന്നാലും കുറച്ച് എക്സ്പ്രസീവ് ആയതുകൊണ്ട് എക്സ്പ്രഷൻസൊക്കെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ പൊതുവേ ഒരു ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞത് കുടുംബജീവിതവും ജോലിയും രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കുന്ന, ഫാമിലിയായിട്ട് ഓവർ ഇൻവോൾവ് ആകുന്നു, അല്ലെങ്കിൽ ജോലി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ചിന്ത ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ജോലിയിൽ അമിതമായിട്ട് ഇൻവോൾവ് ആയിട്ട്, അതായത് 12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനോ, അല്ലെങ്കിൽ വർക്കിൽ ഓവറായിട്ട് ജോലി നോക്കാതിരിക്കുന്ന സിറ്റുവേഷനോ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതൊന്നും ഒക്കെ മാറി അടുത്തിടെയായിട്ട് നിങ്ങളിപ്പോൾ ജോലിയിൽ കൂടുതൽ സമയം കാരണം ഫാമിലിയായിട്ട് സമയം ചിലവഴിക്കാനേ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റുന്നു എന്നുള്ളത് തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് വാൻഡ്സ് എനർജി കണക്ഷൻസ് ആണ്. വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള, സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്കായിട്ട് കാത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. ഒത്തിരി നിങ്ങൾക്ക് സന്തോഷം ജീവിതത്തിലുണ്ടാവുന്നു. ജീവിതം എങ്ങനെ, ഏത് കാര്യത്തിൽ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതൊന്ന് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ലൈഫിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചില സൂപ്പർസ്റ്റിഷൻസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ വിശ്വാസം എന്ന് പറയും, എല്ലാം വിശ്വാസം നല്ലതാണ്, അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക എന്ന് പറയും. ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യില്ല, ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇന്ന കാര്യം ചെയ്യില്ല എന്നൊക്കെയുള്ള ചില അന്ധവിശ്വാസങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം നിങ്ങൾക്ക് തന്നെ ചില പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവാം. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ചില അവസരങ്ങൾ കൈവിട്ടു പോകുന്നു. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ജോലിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന സാഹചര്യത്തിൽ ഇന്ന കാര്യം ചെയ്തിട്ടേ പോകാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ദിവസം ഇന്ന ദിവസം ചിലപ്പോൾ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു, ഓരോരുത്തർക്ക് അവരുടെ മാത്രമുള്ളൊരു സൂപ്പർസ്റ്റിഷൻ ഉണ്ടാവാം. അപ്പോൾ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നമ്മൾ ജനറലായിട്ട് ചില കാര്യങ്ങൾ രാഹുകാലം നോക്കി പോകുന്നു, അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഒരു സിറ്റുവേഷൻ അല്ല. ജനറലി ഇപ്പോൾ ചില വ്യക്തികൾക്ക് ചില സമയം ചില കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത്, അതാണ്.
അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആ ഒരു സൂപ്പർസ്റ്റിഷൻ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതെനിക്കുള്ളതല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടി പോവുകയാണെങ്കിൽ ഓക്കെ. അതല്ല, അത് വേണം താനും, ഈ ഒരു ബിലീഫ് വേണം താനും എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ഒന്നുകിൽ ഇത് ഓക്കെ ആണ് എനിക്കെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ടെൻഷൻസ് അനാവശ്യമായിട്ട് മനസ്സിലുണ്ടാവും. പിന്നെ 6 ഓഫ് സോഡ്സ് എനർജിയാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ട അവസരം എന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒറ്റ അവസരമൊന്നും മാത്രം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയാവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് പ്രൊമോഷനോ ശമ്പള വർധനവോ അങ്ങനെ സാമ്പത്തിക നേട്ടം ജോലി വഴി ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ് എങ്കിൽ അതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വീണ്ടും അവസരങ്ങൾ വരുന്നുണ്ട് ഈ ഒരു മാസത്തിൽ തന്നെ. അപ്പോൾ ഒരു അവസരം നഷ്ടപ്പെട്ടാൽ പോലും മറ്റൊരു അവസരം അതേസമയം പിന്നീട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പുതിയൊരു അവസരം വരികയും അത് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കിൽ പ്രൊഫഷണലി നല്ലൊരു ഗ്രോത്തും സാമ്പത്തിക നേട്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഒരു വിദേശവാസയോഗം കാണിക്കുന്നുണ്ട്, വിദേശത്തേക്കുള്ള യാത്ര സൂചിപ്പിക്കുന്നുണ്ട്, ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതും മറ്റുമായിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്ര. അത് 2 തരത്തിലാവാം. ഒന്ന്, പുറത്തേക്ക് നമ്മളായിട്ട് സ്വയം നിങ്ങൾ ഇമിഗ്രേറ്റ് ചെയ്ത് വിദേശ രാജ്യത്തേക്ക് പോയിട്ട് അവിടേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ. അതല്ല എങ്കിൽ നിങ്ങളുടെ കമ്പനി വഴി നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുന്ന അവസരം വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം വിദേശത്തേക്ക് 2 കൊല്ലമോ ഇത്ര സമയമോ പോയി നിന്ന് ജോലി ചെയ്യാനുള്ള അവസരമോ ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഫാമിലി ആയിട്ടുള്ള ട്രിപ്സും ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ടൊരു യാത്ര എന്നുള്ളത്, അതായത് ഒന്നുകിൽ കപ്പൽ മാർഗം അല്ലെങ്കിൽ വിമാനമാർഗം ജീവിതത്തിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നതായിരിക്കാം ആദ്യത്തെ ഒരു പ്രത്യേകതയുള്ള യാത്ര എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ലഭിക്കുന്നു റിലേഷൻഷിപ്പിൽ. അതായത് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ പ്രണയത്തിലാണ് എങ്കിൽ പ്രണയം സഫലമാകുന്നു, അതായത് വിവാഹത്തിലേക്ക് കലാശിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്നു എന്നുള്ളതും. അതേപോലെ തന്നെ പ്രണയം വീട്ടുകാരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് തന്നെ വിവാഹം നടക്കുന്നു. ഒത്തിരി നാളായിട്ട് നിങ്ങൾ ചിലപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതായിരിക്കാം. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരുടെ അനുഗ്രഹവും സമ്മതവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളൊരു ചിന്തയാവാം. എന്തായാലും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് വിവാഹം നടക്കുന്നത് എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ ലവേഴ്സ് എനർജിയാണ് വീണ്ടും. അപ്പോൾ പലരെയും സംബന്ധിച്ച് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ വിവാഹമോ വിവാഹ നിശ്ചയമോ മനസ്സമ്മതം ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള അങ്ങനെയുള്ള സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് കുറച്ചധികം നാളായിട്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നു, നടക്കാതിരിക്കുന്നൊരു സിറ്റുവേഷനാണ് എങ്കിൽ. പിന്നെ ഓൾറെഡി റിലേഷൻഷിപ്പിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, നല്ലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ജീവിത പങ്കാളി, ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ശരിക്കും ഒരു വലിയൊരു ഇൻസ്പിറേഷൻ, വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുകയും നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന, അതായത് വിവാഹശേഷമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്കുള്ള കഴിവുകൾ മനസ്സിലാക്കുകയും അതിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു പവർ ഉള്ളതായിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ 4 ഓഫ് വൺസ് എനർജിയാണ്. പിന്നെ കുടുംബം, വിവാഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് വീട്, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം. ആ ഒരു സ്വപ്നം വളരെ എല്ലാ സാധാരണക്കാരുടെയും മനസ്സിലുള്ളൊരു സ്വപ്നം തന്നെയാണ്, സ്വന്തമായിട്ടൊരു വീടുണ്ടാകുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ധനഭാവം വളരെ നല്ല ഇതിലാണ് കാണിക്കുന്നത്. അപ്പോൾ ജൂപ്പിറ്റർ എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്, ധനത്തിൻ്റെ കാരകനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വെൽത്ത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഫാമിലി ആയിട്ടുള്ളതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം, ഒരു പക്ഷേ നിങ്ങളുടെ ഭൂസ്വത്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പൂർവികരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളായിട്ട് സമ്പാദിച്ചു എന്നുള്ളതല്ല,
നിങ്ങളുടെ പൂർവികരിൽ നിന്ന് ലഭിക്കുന്ന സ്വത്ത് വകകൾ കാര്യങ്ങളൊക്കെ അതേപോലെ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുന്നതോ വയ്ക്കുന്നതോ ആയിട്ടുള്ള സാഹചര്യം ഒക്കെ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.